Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. നമുക്ക് നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ ഫിസിക്സ് ചോദ്യം നോക്കാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. കാഴ്ചവൈകല്യമുള്ള ഒരാൾ ഉപയോഗിക്കുന്ന ലെൻസിന്റെ പവർ -1 ഡയോപ്റ്റർ ആണ്. ഈ വൈകല്യത്തിന്റെ പേരും അതിന്റെ 2 കാരണങ്ങളും എഴുതുക. പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസിന്റെ സ്വഭാവം എന്താണെന്നും വ്യക്തമാക്കുക. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ലെൻസിന്റെ പവർ നെഗറ്റീവ് ആണ് എന്നത് സൂചിപ്പിക്കുന്നത് അവർക്ക് ദൂരെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല എന്നാണ്. അതിനാൽ ഈ വൈകല്യം ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ ആണ്. എന്തുകൊണ്ടാണ് ഈ വൈകല്യം ഉണ്ടാകുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത്. നേത്രഗോളം സാധാരണയേക്കാൾ നീളമുള്ളതാകുമ്പോൾ പ്രകാശം ടെറ്റിനയിൽ പതിക്കുന്നതിന് പകരം ടെറ്റിനയ്ക്ക് മുന്നിലായി ഫോക്കസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാരണം കണ്ണിന്റെ ലെൻസിന്റെ വക്രത അഥവാ കർവേച്ചർ അമിതമാകുന്നത്. ലെൻസ് കൂടുതൽ വളയുമ്പോൾ പ്രകാശം കൂടുതൽ വ്യതിചലിക്കുകയും പ്രതിബിംബം ടെറ്റിനയ്ക്ക് മുന്നിലായി രൂപപ്പെടുകയും ചെയ്യുന്നു. മയോപ്പിയ പരിഹരിക്കാൻ ഒരു ഡൈവേർജിംഗ് ലെൻസ് അഥവാ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. പ്രകാശരശ്മികളെ കണ്ണിനുള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ വികസിപ്പിക്കാനും അതുവഴി ടെറ്റിനയിൽ കൃത്യമായി ഫോക്കസ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകാം. എന്താണ് പ്രെസ്ബയോപ്പിയ? ഇത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതാണെന്നും അവയുടെ മുകൾ ഭാഗത്തിന്റെ സ്വഭാവം എന്താണെന്നും വ്യക്തമാക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. പ്രായമാകുമ്പോൾ സാധാരണയായി 40 വയസ്സിന് ശേഷം സിലിയറി പേശികൾ ദുർബലമാകുന്നു. ഇത് കണ്ണിന്റെ സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ കുറയ്ക്കുകയും അടുത്തുള്ള വസ്തുക്കളെ കാണാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് പ്രെസ്ബയോപ്പിയ. ഇത് പരിഹരിക്കാൻ ബൈഫോക്കൽ ലെൻസുകൾ ആണ് ഉപയോഗിക്കുന്നത്. ബൈഫോക്കൽ ലെൻസ് എന്ന് പറയുന്നത് 2 ലെൻസുകൾ ചേർന്നതാണ്. ഇതിന്റെ മുകൾ ഭാഗം ദൂരക്കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഡൈവേർജിംഗ് ലെൻസ് ആണ്. താഴ്ഭാഗം വായനയ്ക്ക് സഹായിക്കുന്ന കൺവേർജിംഗ് ലെൻസുമാണ്. നന്ദി. ഹാപ്പി ലേണിംഗ്.